എൻഎസിൻ്റെ അകത്ത് ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഫുള്ള് കറക്റ്റ് പ്ലഗ് നമ്മളൊന്നുമല്ല നമ്മൾ എന്ത് കളഞ്ഞ ഹീറ്റ് ചെയ്ത് കളക്കുന്ന വെച്ചാൽ നമ്മൾ ബ്ലോർ എന്തായാലും കുത്തിയിട്ട്. ഇത് ഡ്യൂക്കിൻ്റെ അലവല്ലേ ചേട്ടാ? ഇത് എത്ര ഉണ്ട് തന്നെ? എത്ര തന്നെ? അല്ല ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോസ്, അതായത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് ചാനൽ ആദ്യത്തെ വീഡിയോ തൊട്ട് നമ്മൾ പറയുക എന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് സെറ്റ്. എന്തായാലും അതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്നെങ്കിൽ നമ്മൾ ഷോറൂമിൽ ചെല്ലും, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇതിൻ്റെ അകത്തല്ല. കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, സൈലൻസർ ഇരിക്കുക, ഇവിടെ പുറത്തിറക്കിയാലേ ചെക്കിങ്ങും അതും ഇതൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഈ വണ്ടി പോകുന്നില്ല, നമ്മളിന്ന് പോകുന്ന ഈ വണ്ടി. ഇതാകുമ്പം കുഴപ്പമില്ല, പിടിക്കത്തില്ല. അപ്പം നമുക്കിന്ന് ഇതിൻ്റെ അകത്ത് പോവാം. അപ്പോൾ നമുക്കിനി കുറച്ച് ഓടിയിട്ട് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ഓടി കഴിഞ്ഞ് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഡയറക്റ്റ് സൂട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു. തോന്നാത്ത ആഗ്രഹം വെക്കണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ലൈറ്റിനകത്ത് പിക്സൽ ചെയ്യാൻ നോക്കിയാണ് നശിച്ചത്. പിന്നെ അത് സ്റ്റോക്ക് തന്നെ മേടിച്ച് വെക്കേണ്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഡ്യൂക്കിൻ്റെ ഒരു തമിഴ് ഒരു ബ്രോയുടെ അക്കൗണ്ടിലാണ് കണ്ടത് ആദ്യം ഡ്യൂക്കിൻ്റെ ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇരിക്കുന്ന. അപ്പം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അതേ രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഡയറക്റ്റ് സൂട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോ, ഡയറക്റ്റ് സൂട്ടല്ലായിരിക്കും, എം സിയിലൊക്കെ ഇട്ട് സെറ്റാകാം. വൃത്തികേടാവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും എം സിയിലിട്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ചെയ്താ ഗോപ്രോ താന്നിരിക്കുക, പൊങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇപ്പം ഒരുവിധം കറക്റ്റായിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയും കാട്ടി എന്തായാലും പൊക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് എണ്ണ അടിക്കണം, എണ്ണയില്ല വണ്ടിയിൽ. പിന്നെ ഇത് തോന്നെ നാൾ എടുക്കാതെ വെച്ചിരുന്ന വണ്ടിയാണ്. വണ്ടിയിൽ ക്ലച്ചൊന്നും ഇല്ല, ഇനി ക്ലച്ച് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ അല്ലെങ്കിൽ ഒരു പണിക്കിറങ്ങിയാൽ മഴ പിടിക്കുന്നു, അടിപൊളി. അല്ലെങ്കിലും എന്ന് വീഡിയോ എടുക്കാറേ അന്നോരോ ശകുനങ്ങളുണ്ട്. ഇപ്പം ഇന്ന് മഴ പൊടിക്കുന്നു, അതുകൊണ്ട് വീഡിയോ കുഴപ്പമില്ല. എന്തായാലും ഒരുവിധം മഴ പൊടിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചങ്ങോട്ട് ഓടിച്ചല്ലോ, എന്നിട്ട് ഞാൻ ക്യാമറ എടുത്ത് സെറ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഗോപ്രോ പണി കിട്ടും. ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ഗോപ്രോ എടുത്ത് വെക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ പ്ലാന് ചെറിയ മാറ്റം. ആദ്യം വിചാരിച്ച് ഷോറൂമിൽ പോയി ഫ്രഷ് എടുക്കാമെന്ന്. എന്തായാലും കൊല്ലം വരെ വന്നതല്ലേ, അപ്പം നമുക്കിവിടെ ഒരു സെക്കൻഡൊക്കെ കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവിടെ സെക്കൻഡ്സ് ഇത് പൊളിച്ച് വിൽക്കുന്ന പാർട്സാണ് ഫുള്ള്. അപ്പോൾ അവിടുത്തെ റേറ്റ് എന്തോന്ന് നോക്കട്ടെ, സെക്കൻഡിന് എത്ര ആവുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി ഫ്രഷ് എടുക്കാം. സെക്കൻഡ് 1000-500 രൂപയ്ക്കകത്ത് കിട്ടുവാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രഷ് എടുക്കേണ്ടി വരും. ഇതുവഴി പോകാൻ പറ്റുമോ അകത്തോട്ട്? ഇതുവഴി അകത്തോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. നേരെ കാണുന്ന അപ്പുറത്തും എല്ലാം ഇവിടെ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫുള്ള് ബ്ലോക്കായിരിക്കും. നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം, ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ചേട്ടാ ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ? ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് BS6 മോഡലൊക്കെ? ആ 4 ആ നീളത്തിൽ വരുന്നിട്ട് BS6 4 എല്ലാം ഒന്ന് തന്നെ. ചേട്ടാ ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ? ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഇല്ലല്ലേ? തോനെ വേണം കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ട് പോകണം? ഇതോ? ഗൈസ് അങ്ങനെ നമ്മൾ സാധനം ഈ ചേട്ടൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കത്തത്തില്ലെന്നാണ് പറഞ്ഞത്. നോക്കണം എന്തായാലും, കത്താത്ത സാധനം. ബ്രേക്ക് ലൈറ്റ് ഇല്ലേ?
ബ്രേക്ക് ലൈറ്റ് ഇല്ല. ഇത് ഡ്യൂക്കിൻ്റെ അലയല്ലേ ചേട്ടാ? ഇത് എത്ര ഉണ്ട് തന്നെ റേറ്റ്? USD ഫോർക്കൊന്നും ഇല്ലല്ലേ? എത്ര അതിന്? വേറെ പീസ് ഉണ്ടോ? ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ചെക്ക് ചെയ്യാനുള്ള സംഭവമില്ല. വണ്ടി മരം പോയി. ഡ്യൂക്കിന്റെ ബ്രേക്ക് ലൈറ്റ് എത്ര രൂപ? BS6 ഞാനോ അറിയത്തില്ല. സൈഡിൽ ഒരു ചെറിയൊരു പൊട്ടലുണ്ട്. അവർക്ക് ഡമ്മിക്ക് വെക്കാണ് വേണ്ടി. പിന്നെ 500 രൂപ വിൽക്കുന്ന. പിന്നെ ഡമ്മിക്ക് വെക്കാണ്ട് 400 രൂപ വന്നാൽ മതി. ഇന്നലെ അവ 250 രൂപയ്ക്ക് എടുത്തെന്ന് പറഞ്ഞോണ്ടാ വന്ന. കൊടുക്കത്തില്ല നമ്മള്. ഞാൻ ഇന്നലെ എടുത്തോളാന്ന് പറഞ്ഞ. അവനെന്നെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, അതാ വന്നത്. ഈ ചേട്ടൻ്റെ ഉണ്ട് കണ്ണാടി വെച്ച. 2 പീസ് ഉണ്ടെന്ന് പറഞ്ഞ്. ഒരെണ്ണം അവനെടുത്തുണ്ട്. എടാ എത്ര രൂപയ്ക്കായിരുന്നടാ എടുത്ത? എന്താ ഒരു കണ്ണാടി വെച്ച ചേട്ടനായിരുന്ന? ഒരു കറുത്ത കണ്ണാടിയായിരുന്ന കൂളിംഗ് ഗ്ലാസ്? ഒരെണ്ണം കിട്ടി. അവൻ പറഞ്ഞു വിട്ടേ ഇങ്ങോട്ട്. ഇന്നലെ രാവിലെ എന്താ വന്ന എടുത്തത്. എൻ്റെ അടുത്ത് വൈകിട്ട് പറഞ്ഞ് അത് ഇന്ന് വന്ന സാധനം പോകുന്നു വിചാരിച്ച ഇന്ന് വന്നത്. ഇന്നലെ അവിടെ നാലാണ്ട് വന്ന് എടുത്തായിരുന്നു ഒരെണ്ണം 250 രൂപ. പക്ഷെ അവന് പൊട്ടാത്ത കിട്ടിയത്. അറിയാവുന്ന 250 തന്നാൽ മതി. ഇല്ല ഫോർക്കൊന്നും ഇരിപ്പില്ലല്ലേ? ആണല്ലേ? ഈ ഡൊമിനാറിന്റെ ഹെഡൊക്കെ ഉണ്ടോ? ഡൊമിനാറിന്റെ ഹെഡും എല്ലാം ഓണം കഴിയും. ഈ ഓണമായോണ്ട് സാധനം എടുക്കാൻ പോകാണ്ട് ടൈം കിട്ടിയില്ല. നമ്മളിപ്പോ പോയാലും സാധനത്തിനൊക്കെ അവിടെ ഭയങ്കര റേറ്റ് വരും. അങ്ങനെ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. വിലവശി നമുക്ക് 250 രൂപയ്ക്ക്. നമ്മളെ കൂട്ടുകാരൻ ഇന്നലെ വന്ന് എടുത്തായിരുന്നു. അവൻ ഇപ്പോൾ ഞാൻ മനോന്ന് വിളിച്ചത് ഷോറൂമിൽ ചെല്ലണോ അത് ഇവിടെ അപ്പോഴാവൻ പറഞ്ഞ രണ്ടാമക്കത്ത് ഇങ്ങനെ സെക്കൻഡ് കൊടുക്കുന്ന അവിടെ 250 സാധനം. എന്തായാലും നമുക്ക് 250 സാധനം സെറ്റായി. പക്ഷേ കത്തത്തില്ല, ബ്രേക്ക് ലൈറ്റ് കത്തത്തില്ല. എന്തോ ഒരു സൈഡ് എന്തോ കത്തത്തുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് അത് നോക്കുന്നില്ല. എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് ഇനി സെറ്റാക്കണം. ഷോറൂമിൽ 1,800 സംതിങ് എന്തോ റേറ്റ് ഉണ്ട് ഫ്രഷിന് തന്നെ. ഇന്നലെ 250 കിട്ടിൽ. അടിപൊളി. നോക്കത്തേയും പിടിക്കത്തേന്നില്ല, ചാവാനായിട്ട് ഓരോന്നിങ്ങനെ വരും. അങ്ങനെ പിന്നെ 250 നമ്മൾ സാധനം കിട്ടി. എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമേ 400 പറഞ്ഞു. അപ്പം ഇന്നലെ വന്നെടുത്തോന്ന് പറഞ്ഞുകൊണ്ട് 250 രൂപയ്ക്ക് സാധനം കിട്ടി. എന്തായാലും ഏതെങ്കിലും ഒരു ലൈറ്റ് നമുക്ക് സെറ്റ് ആകണമല്ലോ. 15 രൂപയുടെ നിയോൺ
15 കിലോ 3 എണ്ണം വരുന്നൊരു സംഭവമുണ്ട്, 15 രൂപയ്ക്ക് കിട്ടുന്ന 3. അതൊന്ന് മേടിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അതിൻ്റെ അത് ഇത് അഴിക്കാൻ പറ്റുമോയെന്നാണ് ഇനി അറിയേണ്ടത്. പിന്നെ ഒരു പാക്കിംഗ് ഗമ്മും കൂടെ മേടിച്ച് സംഭവം സെറ്റാക്കാം നമുക്ക്. ബ്ലോക്കായി നമുക്ക് ഇതുവഴി അകത്തോട്ട് തന്നെ വന്ന വഴി തിരിച്ചു പോകാം. കൊല്ലത്ത് വന്നാൽ പിന്നെ ബ്ലോക്കിൻ്റെ അയ്യറുകളി. കാഴ്ച ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട്, നമ്മളെ ഓട്ടോറിക്ഷയുടെ ലൈറ്റും സെറ്റപ്പും എല്ലാം ഉള്ളു. നമുക്ക് ഇതാ കട എത്തി, നമുക്കെന്ന് വെച്ചാൽ ഒന്ന് ചോദിച്ചു നോക്കാം ലൈറ്റ് ഉണ്ടോ. അതോ ഇല്ലേ തൊട്ട് ഫ്രണ്ട്. ഇവിടെ കിട്ടാത്തൊരു ഐറ്റം ഇല്ല. ചേട്ടാ റെഡ് ലൈറ്റ് ഉണ്ടോ ഏതെങ്കിലും? റെഡ് ഏതായാലും കുഴപ്പമില്ല, റെഡ് കളർ ഇത്രയും ചെറുതായിട്ടുള്ള എന്തെങ്കിലും. ആ LED. നമുക്ക് ഒരു സാധനം അടിച്ചു അപ്പം അതിൻ്റെ അകത്ത് വെച്ച് സോൾഡർ ചെയ്യാനാ. ആ ടൈപ്പ് മതി. ഇതാകുമ്പോൾ എത്ര? ആ ഒരു ചെറുതായിട്ട് വരുന്നു. ആ അത് മതി. എൻ്റെ റെഡ് ഉണ്ടോ? കത്തിക്കാൻ പറ്റുമോ ഒന്ന് കാണാൻ? ആ ഇത് മതി. അല്ലല്ല ഒരെണ്ണം പോരാ, 3 എണ്ണം എടുത്തോ. മുപ്പതിൻ്റെ അല്ല, 20-35 ഉള്ളു. 20-35 2 എടുത്തോ കേട്ടോ. ഒരെണ്ണം മതിയാ? ആ 2 എടുത്തോ. 2 എടുത്തോ. പാക്കിംഗ് ഗമ്മുണ്ടോ? ആ അതും കൂടെ. ആ അത് മതി, ഗ്രേ മതി. എത്ര ആയിട്ടാ? അപ്പോൾ 60, 30, 90. ഈ വയറിന് എത്ര? വയറ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഈ ചെറുത് ഇങ്ങനെ ഇട്ട ഹീറ്റാണ്. ഇവിടെ കവറിനകത്ത് വെച്ചാൽ സ്റ്റിക്കറെല്ലാം LED ലൈറ്റ് ബാക്കിൽ ഒരെണ്ണം മതി. ഒരെണ്ണം നടന്നു പോയി. എത്ര ഏട്ടാ ആ വയറ്? ഇല്ല ബ്ലാക്ക് ആൻഡ് ചോപ്പ് വരുന്നു. ആ അത് 1 മീറ്റർ എടുത്തോ. പറഞ്ഞോടി. ക്യാമറ റെക്കോർഡായപ്പം കടയിൽ നിൽക്കുക. റെക്കോർഡാ, നീ ഇപ്പം എൻ്റെ അകത്ത് കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഇപ്പം എന്താ സൗണ്ട് മാറി? എന്താ കഴിച്ച നമ്മൾ റെഡ് ചെറുത് ഇതാകുമ്പോൾ കറക്റ്റ് ലൈറ്റാണ്. ഇതും പിന്നെ 1 മീറ്റർ വയറും ഒരു പാക്കിങ്ങും മേടിച്ചു. നമുക്ക് ഇതിനി അതിൻ്റെ അകത്ത് സെറ്റാകണം. അപ്പം നമുക്കിനി ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. വീഡിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ലെങ്ത് കൂടത്തില്ല. അപ്പോൾ നമുക്കിനി വേറെ വീട്ടിൽ ചെന്നിട്ട് കാണാം ബാക്കി. എന്നുവെച്ചാൽ വീട്ടിൽ ചെന്ന് അഴിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് തടി, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. താക്കോല് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്കൊന്നെങ്കിൽ സെപ്പറേറ്റ് സെറ്റാക്കുന്ന വേണമെങ്കിൽ ഒരു വീഡിയോ സെപ്പറേറ്റ് സെറ്റാക്കാം. എന്തായാലും വീഡിയോ ചെന്നതിൻ്റെ വീഡിയോ വിഷ്വലൊക്കെ ഒന്ന് ലെങ്തൊക്കെ നോക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ ഇട്ടാലും ആരും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇടുന്നില്ല. എന്തിനാ വെറുതെ എല്ലാവർക്കും ഒരു ബോറടി ആക്കുന്നതെന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും നോക്കാം. ഇനി ആ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ വീട്ടിൽ വന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം
പ്രോപ്പറായിട്ട് കത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് മേടിച്ച് എന്തുകൊണ്ടും ഗുണമായിട്ടുണ്ട്. ഇത് കത്തുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇളക്കണം. ഇത് ഇളക്കി അതുമ്പോൾ കറക്റ്റ് സ്യൂട്ടാവുമോ നോക്കിയിട്ട് നമുക്കിനി നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമുക്ക് ഇതിനകത്ത് പാർക്ക് ബ്രേക്ക് അങ്ങനെ സെറ്റ് ആക്കണം. അപ്പം ഇതിൻ്റെ അഴിച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഇതിന് ഹീറ്റ് ചെയ്ത് ഇളക്കാം. ഹീറ്റ് ചെയ്ത് ഇളക്കുന്നത് വെച്ചാൽ നമ്മൾ ബ്ലോർ എന്തായാലും കുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുള്ളൊന്ന് 4 സൈഡ് ഹീറ്റ് അടിച്ചിട്ട് നമുക്കിത് ഇളക്കിയിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് ഈ ലൈറ്റ് എന്തായാലും സെറ്റാക്കാം. എന്തായാലും സെറ്റാക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ തോരൻ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുന്ന പപ്പടക്കുത്തി ഉൾപ്പെടെ എടുത്താണ്, കത്തി പപ്പടക്കുത്തി എല്ലാം എടുത്താണ് നമ്മൾ ഊരി എടുത്തേക്കുന്നത്. എങ്ങനെ ഹീറ്റ് ചെയ്യുന്നതും കാര്യമില്ല, ഊരിയൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ കുത്തി ഇളക്കി ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ലൈറ്റ് ഒരെണ്ണം ഇപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും വെച്ചാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ കത്തുന്ന രീതി അല്ല പാർക്ക് ഇവിടെ കത്തുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം അതേ രീതിയിൽ ഫുള്ളും സെറ്റ് ചെയ്ത് തിരിച്ച് പാക്ക് ചെയ്തിട്ടെല്ലാം കാണിച്ചു തരാം. അല്ലെങ്കിൽ തോന്നുന്ന വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാകട്ടെ. എന്ന് വെച്ചാൽ മങ്ങിയിരിക്കും, പിന്നെ പൂപ്പലൊക്കെ അടിച്ച് തോന്നുന്ന ഇരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒന്ന് കഴുകി ഫുൾ സെറ്റാക്കിയിട്ട് ഇനി കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഇപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റ് 10 മിനിറ്റത്തെ വീതായിരിക്കും. പക്ഷേ ഇത് നമ്മളൊരു 3-4 മണിക്കൂർ എടുത്ത് ഇതിൻ്റെ അകത്ത് ലൈറ്റും എല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു വെറൈറ്റി സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് അവസാനം കാണിച്ചു ഇതിൻ്റെ അകത്തൊരു വെറൈറ്റി സംഭവം ഉണ്ട്. ഇനി നമുക്ക് എന്തോ ഇവിടെ ഇച്ചിരി MC ഇവിടെ MC ഇട്ട് കൊടുത്ത് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് ബാക്കി ഇനി നമുക്ക് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ MC ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിക്കിട്ട് നമ്മൾ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കുന്നതായിരിക്കും. ഇതിപ്പം താഴെ കൂടെയൊക്കെ MC ഇടാണ്ട് മേളിൽ ഉണങ്ങിയിട്ട് നമ്മളൊന്ന് താഴെ ഇടുന്നതായിരിക്കും. എന്തായാലും ഇത് ലുക്കുണ്ട് കേട്ടോ, നൈസ് ലുക്കായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് MC ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് നമ്മളിതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, കൂളിങ് ഒട്ടിക്കുന്നുണ്ട്, ഡാർക്ക് കൂളടിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ തോന്നുന്നത് കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഡെന്നസിൻ്റെ അകത്ത് ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഫുള്ള് കറക്റ്റ് പ്ലഗാമ്പിളൊന്നുമല്ല, നമ്മൾ MC ഇട്ട് ആദ്യമേ പറഞ്ഞാൽ പ്ലഗാമ്പിളല്ല, നമ്മൾ MC ഇട്ട് സെറ്റാക്കി. നിങ്ങൾക്കറിയാമല്ലോ ഇത് കത്താതെ മേടിച്ച ബൾബായിരുന്നു. എന്ന് വെച്ചാൽ ബ്രേക്ക് ലൈറ്റ് കത്തത്തില്ല, ബൾബൊന്നും കത്തത്തില്ല. നോക്കിയപ്പോൾ മൊത്തം അടിച്ച് വെള്ളം കയറി അടിച്ച് പൊട്ടിയാക്കിയിരുന്ന സാധനമായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫുള്ള് സ്യൂട്ടാക്കിയപ്പം കത്തുന്ന കാര്യം ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് കട്ടി വേണം കേട്ടോ. ഒരു നല്ല നമ്മൾ വിചാരിക്കും പണിയൊന്നുമില്ല, നല്ല കഷ്ടപ്പാടുണ്ട് സെറ്റാക്കി എടുക്കാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ 4-5 മണിക്കൂർ എടുത്തിട്ടായി ഫുള്ള് സെറ്റായി. അപ്പം ഏകദേശം ഫുള്ള് സെറ്റാക്കി എടുത്ത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റൊക്കെ ചെയ്തെടുത്താൽ വെച്ച് കറക്റ്റ് ലുക്കായിട്ട് ഇരിക്കുന്നത്. അപ്പം ആരെങ്കിലും പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ സ്റ്റിക്കർ വർക്കോ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ താഴെ അതിനൊക്കെ തന്നെ ഉണ്ട്, പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നൈറ്റത്തെ വിഷ്വൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടും, വർക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പം കത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നൈറ്റത്തെ വിഷ്വലിന് അതിൻ്റെ താഴെ അപ്പോൾ ഉണ്ടോ താക്കോൽ സ്റ്റാർട്ട് ചെയ്യേണ്ട താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ചുമ്മാ നമ്മൾ പാർക്ക് കത്തില്ല, പാർക്ക് ചെയ്യാൻ പിക്സലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൊബൈൽ കൺട്രോളാണ്. വേണേൽ റെഡ് ആക്കാം, അല്ലെങ്കിൽ പല കളർ, ഇപ്പോൾ പല കളർ ഇട്ടാൽ മൊബൈലിൽ തന്നെ റെഡ് ആക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇപ്പുറത്ത് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ഇപ്പം ഞാൻ മാത്രമുള്ളതുകൊണ്ട് ബ്രേക്ക് ഇപ്പോൾ എങ്ങനെ നമുക്കൊന്ന് കട്ടയിൽ എന്തെങ്കിലും എടുത്ത് വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ റെഡ് കളർ കത്തും. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലും നല്ല വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇത് കണക്കുള്ള വീഡിയോസ് ഇടും. അപ്പം നിങ്ങൾക്ക് ഇത് കണക്കുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ താഴെ. ഇപ്പം എൻ്റെ യൂട്യൂബിൽ അതേ പേര് തന്നെ, ഇൻസ്റ്റാഗ്രാം മോട്ടോറെക്സ് എന്നാണ് പേര്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ്. അപ്പം ഇത് പറഞ്ഞില്ല, വർക്ക് തീർന്നിട്ടില്ല. നിങ്ങൾ ഇത് നോക്കണ്ടായില്ലേ, പുട്ടിയിട്ട് കറക്റ്റ് പെയിൻറ്റ് ചെയ്തൊക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല ഈ സംഭവം. പിന്നെ കൂടുതൽ MC ഇവിടെ ഇടില്ല, നമ്മൾ സീറ്റ് അടയത്തില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പം കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിൽ മറ്റൊരു വീഡിയോ. അപ്പം ഗുഡ് ബൈ.